സ്ത്രീകളോട് അതിക്രമം, ഗുണ്ടായിസം, പരാതി പറഞ്ഞാൽ അക്രമം, പ്രതിഷേധിച്ചാൽ കള്ളപ്പരാതിയും കേസും. അതിന് അരങ്ങൊരുക്കാൻ ഇതുവരെ കാണാത്ത പല അവതാരങ്ങളും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇതൊന്നും ഏതെങ്കിലും സിനിമയല്ല. ഇനി സിനിമയാക്കിയാൽ ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പൊളിയാൻ സാധ്യതയുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളുടെ വിളയാട്ടമാണ് ഇപ്പോൾ ശരിക്കും മലയാള സിനിമയുടെ അണിയറയിൽ അമ്മ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്നത്. ആരോപണങ്ങൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബാബുരാജിന് പിൻവാങ്ങേണ്ടി വന്നതിന് ശേഷം നടക്കുന്ന നാടകങ്ങളെ ഇതിനൊപ്പമല്ലാതെ ചേർത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? മെമ്മറി കാർഡ് വിവാദത്തിന് പിന്നാലെ ശ്വേതാ മേനോനെതിരായ പരാതി വരെ ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതിനു ശേഷം ഉയർന്നു വന്നത് സ്വാഭാവികമാണോ? അവാർഡ് കിട്ടിയ ചിത്രത്തിന്റെ ക്ലിപ്പ് വരെ അശ്ലീല സൈറ്റിലുണ്ടെന്ന് പരാതി കൊടുത്തവർ ഇതുവരെ എവിടെയായിരുന്നുവെന്ന് നാട്ടുകാർ ചോദിക്കില്ലേ? ശരിക്കും ഈ പരാതിക്ക് പിറകിൽ ആരാണ്? ന്യൂസ് ടെൻസ് പരിശോധിക്കുകയാണ്. ഇനിയുള്ള സമയത്ത് ഏതായാലും നടി ശ്വേതാ മേനോൻ പരാതിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള വാർത്ത വരികയാണ്. തനിക്കെതിരായിട്ടുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ആവശ്യം. പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെ എന്നാണ് വാദം. കഴിഞ്ഞ ദിവസമാണ് അശ്ലീല ദൃശ്യങ്ങളിൽ അഭിനയിച്ചെന്നും പ്രചരിപ്പിച്ചുവെന്നും കാണിച്ച് ശ്വേതയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടത്. നടിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമെന്ന് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. അതിനാൽ കേസ് നിയമപരമായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. ഒരു 25 കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 67A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 3 and 5 ഓഫ് ITP ആക്ടിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. നടിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. അതുകൊണ്ടാണ് കേസ് നിയമപരമായി രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും കമ്മീഷണർ പറഞ്ഞു. ഏതായാലും ശ്വേതാ മേനോനെ പിന്തുണച്ചുകൊണ്ട് സിനിമാ രംഗത്ത് നിന്ന് പ്രതികരണങ്ങൾ കൂടുതൽ വരികയാണ്. അഭിനേതാവിന്റെ സ്വാതന്ത്ര്യമല്ലേ പരീക്ഷിക്കപ്പെടേണ്ടത് എന്നതടക്കമുള്ള വാദങ്ങൾ വരുന്നു. ഒപ്പം ഈ പരാതിക്ക് പിറകിൽ മറ്റു പലരും ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നു. ശ്വേതയ്ക്ക് പിന്തുണയുമായിട്ടാണ് നേരത്തെ അഭിനേതാവ് കൂടിയായ രവീന്ദ്രൻ രംഗത്തെത്തിയത്. രവീന്ദ്രന്റെ പ്രതികരണത്തിലേക്ക്. നമ്മളെപ്പോഴും വന്നിട്ട് ആർക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല, പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കും. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കുബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേലിയാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം പരാതിക്കാരൻ ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാശ്ശേരിയിലും കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. മാർട്ടിനിലേക്ക് കടക്കുന്നതിന് മുൻപ് നവമി, ഇതിനകത്ത് കേസെടുക്കാതെ നിവൃത്തിയില്ല, ഇത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്ന് കമ്മീഷണർ തന്നെ വ്യക്തമാക്കുന്നു. അപ്പോഴും ശ്വേത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന വാർത്തയും വരുന്നുണ്ട്. കൃത്യമായി ഇതിന്റെ പിറകിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ഈ പരാതി വന്നതിന്റെ സാഹചര്യം അതാണ്, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സിനിമയിലെ മറ്റംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നു. ഇതേത് രീതിയിലേക്കാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ കാര്യങ്ങൾ കടക്കുന്നത്? അപർണ, ഈ പരാതിക്കാരൻ പറയുന്ന ചിത്രങ്ങൾ അതിൽ 3 എണ്ണം, ഒന്ന് രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ്, ഈ 3 ചിത്രങ്ങളും ഇറങ്ങിയ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയതാണ്. അതിൽ ശ്വേതാ മേനോന് മികച്ച നടിക്കുള്ള അവാർഡ് പോലും ലഭിച്ച, സംസ്ഥാന പുരസ്കാരം പോലും ലഭിച്ച ഒരു ചിത്രം കൂടിയാണ് പാലേരി മാണിക്യം. പിന്നീട് മറ്റ് 2 ചിത്രങ്ങളായിക്കോട്ടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, പക്ഷെ മലയാളി പ്രേക്ഷകരടക്കം സിനിമ ലോകം കണ്ട ഒരു സിനിമ കൂടിയാണ്. പക്ഷെ അതിൽ എന്താണ് ഇത്രയും വലിയ അശ്ലീലം എന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഇപ്പോഴൊരു കേസായി മുന്നോട്ട് വരിക എന്ന സംശയം തന്നെയാണ് പൊതുസമൂഹവും സിനിമാ മേഖലയിലുള്ളവരുമൊക്കെ
ചിന്തിക്കുന്നത്. കാരണം ഇതൊക്കെ സെൻസർ ചെയ്ത് ഇറക്കുന്ന സിനിമകളാണ്. കളിമണ്ണൊക്കെ ഇറങ്ങിയ സമയത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് അതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധിയും ഒക്കെ നമുക്ക് അറിയാവുന്നത് കൂടിയാണ്. ഇപ്പോൾ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ ആ സംശയം തന്നെ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്തെത്തിയതിന് പിന്നിൽ സിനിമയിലെ തന്നെ ഈ സംഘടനയിലെ തന്നെ ശ്വേതാ മേനോന്റെ ശത്രുക്കൾ തന്നെയാണോ ഇതിന് പിന്നിലുള്ളതെന്നൊരു സംശയമാണ് ഇപ്പോൾ വലിയ ചർച്ചയിലേക്ക് നിൽക്കുന്നത്. എന്നാലും കോടതി പറഞ്ഞത് ഇത് പോലീസ് അന്വേഷിക്കട്ടെ. പരാതിക്കാരൻ ആദ്യം ഇത് പോലീസിനെ സമീപിച്ചു. പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്നാണ് കോടതിയിലേക്ക് എത്തുന്നത്. കോടതി സ്വാഭാവികമായും പറയുന്നത് ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതിലെ കേസെടുത്ത് അന്വേഷിക്കട്ടെ എന്ന രീതിയിലേക്കായിരിക്കും കോടതിയും നിലപാടെടുക്കുക. അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും വന്ന പരാമർശവും. എന്നാലും പോലീസ് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ശ്വേതാ മേനോൻ അഭിനയിച്ച ഈ പരാതിക്കാരൻ സൂചിപ്പിക്കുന്ന സിനിമകളെയും ഒപ്പം ഈ അടുത്ത കാലത്ത് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളെല്ലാം പരിശോധിച്ച ശേഷം ഇതെങ്ങനെ നിയമപരമായി അല്ലെങ്കിൽ ഇതെങ്ങനെ ഒരു കുറ്റമായി മുന്നോട്ട് കണ്ടെത്താൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിനുശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന നിലയിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘവും കടക്കുക. അങ്ങനെ തന്നെയാണ് നേരത്തെ കമ്മീഷണർ വ്യക്തമാക്കിയത്. ഇനി നടി ശ്വേതാ മേനോൻ ഈ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് തന്നെ ഹർജി നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ശ്വേതാ മേനോൻ പ്രധാനമായും പറയുന്നത് ഇതിൻ്റെ ഒരു ഗൂഢാലോചന, ഇതിന് പിന്നിലുള്ള ചിലരുടെ ഗൂഢനീക്കമാണ് ഇങ്ങനെ ഒരു പരാതിയുമായി എത്താനുള്ള കാരണം. അതുകൊണ്ട് FIR റദ്ദാക്കണമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. സിനിമാ മേഖലയിൽ നിന്നും ശ്വേതാ മേനോന് പൂർണ്ണ പിന്തുണയാണുള്ളതെന്നാണ് നടൻ രവീന്ദ്രൻ പറഞ്ഞത്. ഒപ്പം ചില സിനിമാ താരങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ശ്വേതാ മേനോന് നിയമപരമായി മുന്നോട്ട് പോകാം, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും സിനിമാ സംഘടനയിലുള്ളവർ നൽകുകയും ചെയ്യും. ഈ പരാതിക്കാരൻ സൂചിപ്പിക്കുന്നത് പോലെയുള്ള അശ്ലീലമായിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്ന രീതിയിലേക്കല്ല ശ്വേതാ മേനോൻ കടന്നത്. അങ്ങനെയാണെങ്കിൽ ശ്വേതാ മേനോന് മാത്രമല്ലല്ലോ അതിലെ അണിയറ പ്രവർത്തകർക്ക് എതിരെയും കേസെടുക്കേണ്ടതല്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് സിനിമാ സംഘടനകൾ ഉള്ളവർ ഉന്നയിക്കുന്നത്. തങ്ങളുടെ സഹപ്രവർത്തകർക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ തങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ ആരും തന്നെ അങ്ങനെ രീതിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നടൻ ദേവനും രവീന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇത് ഒരു പൊതു തിരഞ്ഞെടുപ്പല്ലല്ലോ, സംഘടനയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലായിരിക്കും ഞങ്ങൾ നേരിടുക. ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ ശ്വേതാ മേനോനെ വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ വരെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള രീതികളിലേക്ക് സംഘടന പോകില്ല എന്ന് തന്നെയാണ് ഇതിലെ അണിയറ പ്രവർത്തകരും മറ്റ് സിനിമാ താരങ്ങളും വ്യക്തമാക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിൽ നമുക്ക് മുൻചേരുന്നു. ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ, നിങ്ങളൊരു പരാതി കൊടുക്കുന്നു, ഈ പരാതി കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ചിത്രം മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഈ പരാതിക്ക് പിറകിൽ ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേത തന്നെ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇത് അന്വേഷിക്കുമെന്ന് കമ്മീഷണറും പറയുന്നുണ്ട്. ഒരു ഗൂഢാലോചന ഇപ്പോൾ ഈ ഒരു പരാതി വന്നതിന് പിറകിലുണ്ട് എന്നുള്ള സംശയം ഒരു വശത്തുണ്ട്. ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ, അങ്ങനെ ഒരു പരാതിയും അന്വേഷണവും പുറത്തുനിന്ന് വന്നാൽ അതിനെ ഭയക്കേണ്ടതില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ ഈ പരാതിയുമായി ഇരിക്കുമ്പോൾ ഇപ്പോഴും പറയാനുള്ളത്? അതായത് ഞാൻ ആദ്യമേ പറയുന്നത് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതായത് ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പുമായിട്ട് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ മാർട്ടിൻ. ഈ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിവാദം പുറത്തു വന്നെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഞാൻ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ്. അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ CJM കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന അമ്മയുടെ ഇലക്ഷൻ എന്നാണ് ഡിക്ലറേഷൻ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ എത്രയോ കാലം മുൻപ്, അതിന് 3 മാസം മുൻപാണ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് പരാതി ഞാൻ കൊടുത്തിരിക്കുന്നത്. മാർട്ടിൻ മേനാച്ചേരിൽ, ഈ പരാതി നിങ്ങൾ പറയുന്നത് ആ
ഡേറ്റ് അതാണെങ്കിലും ഈ സമയത്ത് ഈ കേസിലേക്ക് കടന്നത് സ്വാഭാവികമായിട്ട് ഈ സമയത്താണല്ലോ. ബാബുരാജാണ് ഈ പരാതിക്ക് പിറകിൽ എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്ത് ഇന്ന് ഇല്ലാതാനും. ഇനിയിപ്പോൾ വല്ലവരും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും, ഈ താങ്കളുടെ ഈ പരാതി അനുകൂലിക്കുന്നുണ്ടെങ്കിലും അതാരും പരസ്യമായിട്ട് പറയുകയുമില്ല. സ്വാഭാവികമായിട്ടും ഈ പിറകിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു സംശയം കേൾക്കുന്നവർക്ക് തോന്നുമല്ലോ. ഞാൻ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. അതിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ, മാഡം പറഞ്ഞ പോലെ, ഇപ്പോൾ ഈ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു.